വീട്ടിലെ എല്ലാവരെയും ഒരുമിച്ച് കിട്ടിയപ്പോൾ ഞങ്ങളൊന്ന് പൊന്നാനി ബീച്ച് വരെ പോയി വരാമെന്ന് കരുതി ഒരുങ്ങി നിൽക്കുന്നതാണ് ഇത്. ഞാനില്ലാത്ത ഈ ഫ്രെയിം എനിക്കത്ര ഇഷ്ടമായിട്ടില്ല. ഇപ്രാവശ്യത്തേക്ക് അങ്ങ് ക്ഷമിച്ചു കൊടുത്തേക്കാം. ഈ ചെങ്ങായിയുടെ നല്ലൊരു പിക്കിന് വേണ്ടിയാണ് അവൻ്റെ ഉമ്മാടെ ഈ പ്രകടനം. അപ്പൊ എങ്ങനെ പോവല്ലേ? സോ കം ഓൺ ഗൈസ്, ലെറ്റ്സ് ഗോ. ഷയാപ്പൂ ഫ്രണ്ടിൽ തന്നെയുണ്ട്. ഏറ്റവും പ്രായം കുറഞ്ഞവരെ ഞങ്ങൾ ബാക്കിൽ ഇരുത്തിയിട്ടുമുണ്ട്. ഒപ്പനയോ മാർഗം കളിയോ എന്താണേലും കളിച്ചോട്ടെ. എന്തായാലും കുഞ്ഞിപ്പെണ്ണ ഹാപ്പിയാണ്. സൈഡ് സീറ്റിലിരുന്ന് പാട്ടൊക്കെ കേട്ട് എപ്പോഴോ ഞാൻ ഉറങ്ങിപ്പോയി. കണ്ണ് തുറന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. SM സ്ട്രീറ്റിലാണ് ഞാൻ ഇങ്ങനെ ആളെ വിളിച്ചു കൂട്ടുന്നത് കണ്ടിട്ടുള്ളത്. ബോട്ടിങ്ങിന് ഇവിടെ നല്ല മാർക്കറ്റിംഗ് ആണ്. ദ വ്യൂ വാസ് സോ സ്റ്റണ്ണിങ്. നമ്മുടെ കണ്ണ് കാണുന്ന പോലെ ഒരു ക്യാമറക്കും ഒരു കാഴ്ചയും പകർത്തിയെടുക്കാൻ പറ്റില്ല. ഈ ചെങ്ങായി ഇതൊരു വൈബാണല്ലേ. അവൻ്റെ ബോട്ടിൽ പോവാൻ ഞാനൊന്ന് ട്രൈ ആക്കി. ബട്ട് എൻ്റെ ട്രൈ നടന്നില്ല. ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തിരുന്നു. കുഞ്ഞിപ്പെണ്ണ് നല്ല ഉറക്കിലാണ്. ദെൻ ഞങ്ങളുടെ ബോട്ടും എത്തി. കുടുംബപരമായി ഞങ്ങൾ തുള്ളൽ ടീംസാണ്. സോ എവിടെ പാട്ട് കേട്ടാലും ഞങ്ങളൊന്ന് തുള്ളും. അങ്ങനെ ഞങ്ങൾ ബോട്ടിലേക്കാണ് നടക്കുന്നത്. പിള്ളേരൊക്കെ തോളിലിട്ട് ഞങ്ങൾ ബോട്ടിലേക്ക് കയറി. ഷയാപ്പ് എന്തുട്ട സെറ്റപ്പ് ഇല്ലേ. ഫാദർ ആണെങ്കിൽ അതിനേക്കാൾ സെറ്റപ്പ്. എല്ലാവരും നല്ല ത്രില്ലാണ്. അങ്ങനെ ഞങ്ങൾ സേഫ്റ്റി ജാക്കറ്റ്സ് ഒക്കെ ഇട്ടിരുന്നു. ദിസ് വാസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ്. പൊന്നാനിയിൽ ഇങ്ങനൊരു സ്പോട്ട് ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് അറിയണേ. ഞങ്ങൾ എല്ലാവരും ഹാപ്പി ആയിരുന്നു, കുട്ടികൾ ഉൾപ്പെടെ. ബോട്ടിലെ പാട്ടിനനുസരിച്ച് തുള്ളുന്ന മകനുള്ള വാപ്പാടി ഉമ്മാടി പ്രോത്സാഹനമാണ് ഈ കാണുന്നത്. ഒരടിക്കുള്ള സ്കോപ്പാണ് നടന്നു വരുന്നത്. വ്യൂവിനെ പറ്റി ഒന്നും പറയാനില്ല. ഞങ്ങളൊക്കെ ഹാപ്പി. ഉപ്പ ഡബിൾ ഹാപ്പി. ആഴം കൂടുന്തോറും ബോട്ടിന്റെ ആട്ടവും കൂടി തുടങ്ങി. അതിച്ചിരി പേടി തോന്നി. കാരണം എന്റെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ. ആഴം കുറഞ്ഞപ്പോ വീണ്ടും പഴയ പടി വൈബായി. ബോട്ട് എത്താറായിട്ടോ. അരമണിക്കൂർ ബോട്ടിങ്ങിന് 100 rupees ആണ് ടിക്കറ്റ്. ഹൈലി അഫോർഡബിൾ ആൻഡ് സൂപ്പർ എക്സ്പീരിയൻസ്. ഞങ്ങൾക്കാണെങ്കിൽ പാട്ട് കേട്ടിട്ടും വെള്ളത്തിന് മുകളിലൂടെയുള്ള സഞ്ചാരമായതുകൊണ്ട് അനങ്ങാൻ പറ്റാത്തതിന്റെ കുറവ് ഇറങ്ങുമ്പോൾ അങ്ങ് നികത്തി. അവിടുന്ന് നേരെ പൊന്നാനി ബീച്ചിലോട്ട്. സൺസെറ്റിന്റെ ടൈമിൽ ബീച്ച് ഒരു വികാരമാണ്. ബീച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ് യെല്ലോ ഷർട്ട്. സാധാരണ യാത്രയിൽ കുഞ്ഞിപ്പിടിനെ എടുത്ത് നടക്കുമ്പോൾ ശരിക്കുള്ള യാത്രാസ്വാദനം നടക്കാറില്ല. ബട്ട് ഇന്ന് നൈസായി ഞാൻ അവള് ഉപ്പാടത്തോളിൽ കയറ്റി. സമാധാനത്തിൽ ഇനി ഒരു ചായ കുടിക്കാം. ഈ സൺസെറ്റ് ടീ. ഷയാൻ അവന്റെ ഡ്യൂട്ടിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഉപ്പയുള്ളത് എനിക്കൊരു ആശ്വാസമായിരുന്നു. അല്ലെങ്കിൽ കടലിന്റെ നടുക്ക് അവൻ എന്നെ ഉപ്പാന നിർത്തിയ പോലെ നിർത്തിയേനെ. മൂപ്പത്തിക്ക് ഇനിയും കടലിറങ്ങണം എന്നാണ്. ഉപ്പയും ഉമ്മയും ഉള്ള കാലം വരെ നമ്മളിങ്ങനെ സേഫാണ് കേട്ടോ. യോ പറഞ്ഞു ആ ഫ്ലാവ് അങ്ങ് പോയി. ഉപ്പി ഉമ്മി മക്കളും അവിടെ രസിക്കുമ്പോൾ ഞങ്ങളിവിടെ വേറൊരു എക്സ്പെരിമെന്റിലാണ്. ബ്രദറിന്റെ സാംസങ് X25 സൂമിംഗ് ടെസ്റ്റ്. സംഗതി കൊള്ളാം. ഒന്ന് നോക്കൂ, ആ കാണുന്നതാണ് അവന് ഫോട്ടോ എടുത്ത് വെച്ചിരിക്കണേ. ഇവൻ ഇനിയും വളരാൻ അനുവദിച്ചുകൂടാ. അങ്ങനെ ബീച്ച് അടിച്ചുപൊളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ഞാൻ എൻ്റെ ഫേവറേറ്റ് ഫ്രൈഡ് റൈസും ചില്ലിയുമാണ് കഴിച്ചത്. ഇതൊക്കെ ദഹിക്കാൻ ലാസ്റ്റ് ഒരു കലാശ കിട്ടും.